വേനലവധിക്കാലത്ത് വിനോദയാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അതിൽ ഭൂരിഭാഗവും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ജലാശയങ്ങളെയാണ്. എന്നാൽ ഇതിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും നീന്തലിന് ഇറങ്ങുന്നതിന് മുൻപേ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും അവബോധം നൽകുകയാണ് ഇന്റർഡൈവ് ഡയറക്ടർ വിൽഫ്രഡ് സി മാനുവൽ മെട്രോ 7 ന്യൂസിലൂടെ. വേനലവധിക്കാലം കുട്ടികൾക്ക് ആഘോഷമാണ്. കളികളും യാത്രകളും റീൽസ് എടുക്കലുമായി തിളയ്ക്കുന്ന ബാലകൗമാരങ്ങൾ അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. വിനോദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ചിലപ്പോൾ വലിയ നഷ്ടമാകും വരുത്തുക, പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ. കഴിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെ കൊച്ചിയിൽ 9 മുങ്ങി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിയായ രീതിയിലുള്ള അവബോധവും ശ്രദ്ധയില്ലായ്മയുമാണ് അപകടങ്ങൾക്ക് കൂടുതൽ ഇടയാക്കുന്നത്. ഇതിനെല്ലാം കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ഇന്റർഡൈവ് ഡയറക്ടർ വിൽഫ്രഡ് സി മാനുവൽ ആണ് മെട്രോ 7 ന്യൂസിനോടൊപ്പം ചേരുന്നത്. ഹലോ, ഞാൻ വിൽഫ്രഡ് സി മാനുവൽ. ഞങ്ങൾ കേരളത്തിലെ ഫസ്റ്റ് പ്രൈവറ്റ് റെസ്ക്യൂ ടീമാണ്. ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം തുടങ്ങുന്ന വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചിട്ട് റെസ്ക്യൂ ടീം തുടങ്ങുന്ന മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് അപകടം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ബോഡി റിക്കവറി സൈക്കിൾ രക്ഷപ്പെടുത്തൽ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് സ്പെഷ്യലി പറയാനുള്ളത് ഈ വെക്കേഷൻ, എവറി വെക്കേഷൻ നമ്മൾ വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്. ഇവിടെ തന്നെ 9 പേര് മരിച്ചിരുന്നു ഈ ബീച്ചിൽ. ലാസ്റ്റ് മറ്റു പള്ളുകൊടുത്തുള്ള ഒരു പയ്യനാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കടലും കായലും എന്താണെന്ന് അറിയാൻ പാടുള്ളത് ആരും വെള്ളത്തിൽ ഇറങ്ങരുത്. അല്ല, വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോകരുത്. കാര്യം ഇപ്പൊ കടലിൽ ഇന്ന് സീ റഫായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജലാശയങ്ങൾ എവിടെ പോയാലും, നമ്മളുടെ പുഴയിലായാലും കടലിലായാലും എവിടെ പോയാലും നീന്തറിയാൻ പാടില്ലാത്തവർ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. അതല്ലെങ്കിൽ അതിനുള്ള ലൈഫ് ജാക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളിട്ട് ഇറങ്ങാൻ പാടില്ല. കാര്യം എല്ലാ വെക്കേഷനിലും പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. സ്വിമ്മിങ് പഠിക്കണം. കടൽ എന്താണ്, കായൽ എന്താണെന്നൊക്കെ അറിയാൻ പറ്റണം. അതറിയാൻ പറ്റാതെ വിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും സ്വിമ്മിങ് നമ്മുടെ കേരളം വെള്ളത്തെ ചുറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ നീന്തൽ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പാടില്ലെന്ന് തന്നെ പറയാം. നമ്മളെ പാരന്റ്സ് എല്ലാം ഇതിന് കുറച്ച് അവയർനെസ് ആയിട്ട് പിള്ളേരെ മസ്റ്റായിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ എവിടെ പോയാലും അവിടെയുള്ള ലോക്കൽ ഓറിയന്റേഷൻ, അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് സേഫ് ആണെങ്കിലും മാത്രമേ ഇറങ്ങാൻ പാടും. നമുക്കറിയാൻ പാടില്ലാത്ത എത്ര സ്വിമ്മേഴ്സ് ആയാലും ഞാനിപ്പോ ഞങ്ങൾ ഡൈവിങ് ടീമാണ്. ഞങ്ങള് പുതിയ സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ലോക്കൽ ഓറിയന്റേഷൻ എടുക്കും. എന്താണ് ആ സ്ഥലത്തിന്റെ കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലൂടെ ഇറങ്ങുള്ളൂ. അങ്ങനെ ചോദിക്കാതെ ഇറങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. മുൻപരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിന് മുൻപേ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടാതെ കയ്യിൽ കരുതേണ്ട സുരക്ഷാ സംവിധാനങ്ങളും. ഇനിയൊരു ജീവൻ നഷ്ടമാകാതെ ജാഗ്രതയോടെ ഇനിയുള്ള അവധിക്കാലം നമുക്ക് ആഘോഷമാക്കാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. This summer, Interdive is coming up with lots of swimming activities. Not only for just 10 days, but 20 days exclusive classes from every Monday to Saturday. Class timings from morning 6 a.m. to 12 p.m. then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.